ആ ഒരു നിമിഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും അങ്ങനെയുള്ള നിന്നെയാണോ ഞാൻ ഭാര്യയാക്കാൻ പോകുന്നത്, സംഭവം സത്യമാണ്, പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ. ഭർത്താവിനെ എന്നും സംശയിക്കുന്ന ഭാര്യമാർ അവർ വലിയ വലിയ മനോരോഗികളായി മാറിയത് നമുക്കറിയാം. അവരോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, അയാളെ നിരീക്ഷിച്ച് അയാളെ പരിശോധിച്ച് ഒരു വലിയ വിവാഹപ്രായത്തിലേക്ക് എത്തിയ മക്കൾ അവർക്ക് പഠനം പൂർത്തീകരിക്കണം, എന്നാൽ പഠനം പൂർത്തിയായാൽ കല്യാണമാണ്, അത് വേണ്ട, ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ, ഒരു ജോലി ആവട്ടെ, ജോലി ആയ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് എനിക്കൊരു വിവാഹം, ഇപ്പോൾ ഇങ്ങനെയൊക്കെയല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്കിടയിൽ വല്ലാതെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹബിഹി അജ്മഈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടുകൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സുലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്നേഹക്കൂടിൽ ഇന്ന് എടുക്കുന്ന വിഷയം, സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്കിലൂടെ വന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ വൈവാഹിക ജീവിതം പലപ്പോഴും ഒന്നോ രണ്ടോ മാസങ്ങൾ അല്ലെങ്കിൽ ഒരു 6 മാസം, അത് കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റലും ഡിവോഴ്സുമെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറെ ചർച്ചാ വിഷയമായ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളികളോട് എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും പലർക്കും അത് അറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂടിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. നമ്മുടെ അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ വിവാഹത്തിന് മുമ്പും അതുപോലെ തന്നെ ശേഷവുമൊക്കെ ഒരു ജീവിത പങ്കാളിയെ എങ്ങനെ പരസ്പരം, അതായത് ഇപ്പോൾ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, പരസ്പരം ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ആദരവോ ഒന്നും ഇല്ലാതെ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, പൊതുവെ എടാപ്പോടാന്നുള്ളൊരു വിളി പൊതുവെ ഉണ്ട്. അതുമാത്രമല്ല, ഒരു വർഷം പോലും തികയാതെ എത്രയോ പിന്നെ ഡിവോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് ഈ വിഷയത്തിൽ സ്നേഹക്കൂടിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം അള്ളാഹു നമ്മുടെയൊക്കെ വൈവാഹിക ജീവിതം ഏറ്റവും നന്നായി ഏറ്റവും നല്ലതായി നിലനിർത്തട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാരണം മനുഷ്യരാണ്, മനുഷ്യരുടെ ഇന്നത്തെ ചിന്തകൾ ഒരുപക്ഷെ നാളെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മാറാം അല്ലേ, ഒരു നിസ്സാര സംഭവം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക, അതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. നിരന്തരമായ പ്രാർത്ഥന. എൻ്റെ ജീവിതം, അതുപോലെ എൻ്റെ പങ്കാളിയുടെ ജീവിതം, ഞങ്ങളുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധം ഒക്കെ നല്ലതാവാൻ നിരന്തരം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇതൊരു കാര്യം. അതാണല്ലോ നിങ്ങൾ ആലോചിക്കുക, ഏതൊരു സംഭവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാൻ ആരംഭിച്ചെന്താ? ബിസ്മില്ല അല്ലേ. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ് തുടങ്ങി അതിൻ്റെ പ്രാർത്ഥനകൾ. ഏതൊരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഒരു ഭാവി പങ്കാളിയോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യത്തിനാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ അവരോട് നമുക്ക് ആദ്യം നിർദ്ദേശിക്കാനുള്ളത്, ആദ്യം ബിസ്മില്ല പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ല, നല്ലൊരു തുടക്കം. അതൊരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താ അറിയാം, ഏറെ പലപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അവിടെ ആ ഒരു വിഷയം അവതരിപ്പിച്ച പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും ചിലവഴിച്ചത് ആ ഒരു വിഷയം പറയുന്നതാണ്. വിവാഹത്തിനോടൊക്കെ നോ പറയുന്ന ഒരു പെൺകുട്ടികൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിവാഹപ്രായത്തിലേക്ക് എത്തിയ മക്കൾ അവർക്ക് പഠനം പൂർത്തീകരിക്കണം, എന്നാൽ പഠനം പൂർത്തിയായാൽ കല്യാണമാണ്, അത് വേണ്ട, ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ, ഒരു ജോലി ആവട്ടെ, ജോലി ആയ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് എനിക്കൊരു വിവാഹം, ഇപ്പോൾ ഇങ്ങനെയൊക്കെയല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്കിടയിൽ വല്ലാതെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെയൊക്കെ അതൊരു എന്താ പറയുക, ക്രെഡിറ്റായിട്ട് കാണുന്നൊരവസ്ഥയുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു സുരക്ഷിതത്വ ബോധവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉപ്പമാരുണ്ടെങ്കിൽ അവർ, അതോടൊപ്പം തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവ്, അങ്ങനെയുള്ളൊരു സുരക്ഷിതമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴേ അവർക്ക് എന്തുള്ളൂ, ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ
വിവാഹം ഇങ്ങനെ വേണ്ടാന്നുള്ളത് നീട്ടിക്കൊണ്ടുപോവുക. അതിലിപ്പോൾ ഒരു പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പഠനം കഴിയട്ടെ ജോലി ആവട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ നമ്മളൊരു ഫീഡ്ബാക്കിൽ ഒരു ഉമ്മ പറഞ്ഞത് 21 വയസ്സായാൽ കെട്ടിക്കും എന്നൊരു കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ 21 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലും 18 വയസ്സ് കെട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ക്രൂരത ചെയ്യുന്നത് പോലെയാണ് രക്ഷിതാക്കളോട്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന രക്ഷിതാവിനോട് പലരും എന്ത് ചെയ്യണത് കാണുന്നത്. അപ്പോൾ 20 കഴിയട്ടെ 21 കഴിയട്ടെ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 29 വയസ്സായപ്പോഴാണ് ജോലിയായത്. അപ്പോൾ അവളോട് ചോദിച്ചു ഇത്ര പാരൻറ്റ്, നമുക്കിനി കല്യാണം ആലോചിക്കല്ലേ, ഈ 29 വയസ്സായ ഞാനിനി എന്തിനാ കല്യാണം കഴിക്കണേ, കാരണം ഇനിയിപ്പോൾ ഒരു പ്രസവം മറ്റുള്ളതൊക്കെ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞു. സത്യത്തിൽ യഥാർത്ഥം അതാണ്. 29-30 ആയാൽ പിന്നെ അവർക്ക് എവിടെ പ്രസവത്തിനും കുട്ടികളെ നോക്കാനും ഒക്കെ കഴിയുക. ഇതിൻ്റെ പിന്നിൽ വരുന്നൊരു അജണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കും, ഇങ്ങനത്തെ ഒരു ചിന്ത കടന്നു വന്നത് ഒരു വളരെ അടുത്ത കാലഘട്ടത്തിലല്ലേ. പ്രത്യേകിച്ച് നമ്മളൊന്നുകൂടെ പറയുകയാണെങ്കിൽ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തി കഴിഞ്ഞാൽ, ഒരടുത്ത നിരീക്ഷണം നമ്മൾ നടത്തണമെങ്കിൽ ഈ കോസ്മെറ്റിക് ഐറ്റംസിനോട് അതുപോലെ ഒരു ഹാഷ് പോസ് ലൈഫിനോട് പെൺകുട്ടികൾ വല്ലാതെ ഇഴകി ചേർന്നുണ്ട്. ഇത് വൻകിട കച്ചവട കമ്പനികൾ അവരുടെ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടി കേവലം ഒരു കസ്റ്റമേഴ്സ് ആക്കിയിട്ട് ഉപഭോഗ വസ്തുക്കളായിട്ട് പെൺകുട്ടികളെ സ്ത്രീകളെയും ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ അറിയാതെ പോവുകയാണ് അല്ലേ. അവരിത് വേണ്ട എന്ന് പറയുമ്പോൾ ആ വേണ്ട എന്ന് പറയുന്നതിലൂടെ വലിയ ഭീമമായ സംഖ്യ സമ്പാദിക്കുന്ന വൻകിട കമ്പനികളുണ്ട്. അവരുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകണം. അപ്പോൾ അതിന് വിവാഹമൊക്കെ ഒരു തടസ്സമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഇതൊക്കെ ഇട്ട് അപ്പം ഇങ്ങനെ നടക്കലാണ് ലൈഫ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നടന്ന ആളുകളൊക്കെ ഒരല്പം ദൂരം നടന്ന് പിന്നീട് സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് അന്നെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കേവലം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നപ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് വെച്ചാൽ ഇത് മറ്റു പല വിദേശ നാടുകളിൽ അല്ല പാശ്ചാത്യ ലോകത്ത് അവർ ചവച്ച് തുപ്പിയ സംഭവങ്ങളാണ്. തീർച്ചയായും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിതുപോലെ ക്രെഡിറ്റ് ആയി കണ്ടിരുന്ന അവസാനം ഇപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തറിയും, ഒരു നോർമൽ ലൈഫിലേക്ക്, ഒരു പിന്നെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ പരിഹാരമെന്ന് കണ്ടെത്തി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകണം. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കല്ല നമ്മൾ ഇന്ന് സൂചിപ്പിക്കുക. എന്തായിരുന്നാലും വിവാഹ ജീവിതത്തിൽ കടന്നു ആദ്യം നമ്മളൊരു വിസ്മയിലിട്ട് നല്ല ഉദ്ദേശത്തോടുകൂടി നല്ല പ്രാർത്ഥനയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ രാത്രിയിൽ തന്നെ അവരുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു സുന്നത്തുണ്ട്. അതൊന്നും അധികം പേരും എന്ത് ചെയ്യാറില്ല. ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് പോയാൽ അതിനൊരു ബർക്കത്ത്, അതിനൊരു അനുഗ്രഹം, അതിനൊരു കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. രണ്ടാമത്തത്, ഏതൊരു കാര്യത്തിലും പരസ്പര വിശ്വാസം എന്നത് പ്രഥമ ഘടകമാണ് അല്ലേ. ഒന്നാമത്തെ ഒരു ഘടകമാണ് പരസ്പര വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന് കളങ്കമുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും തന്നെയാണ് വലിയ പിന്നെ നല്ലൊരു ജീവിതത്തിന്, നല്ലൊരു സുഗമമായ ജീവിതത്തിന് എന്ത് ചെയ്യും, അനുഗുണമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു എന്ന വാക്കുകളല്ല, അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ എന്ത് ചെയ്യണം, രണ്ടു പേർക്കും സാധിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു സംശയരോഗത്തിൻ്റെ പിന്നാലെ പോയ കുറേ സഹോദരിമാർ, ഭർത്താവിനെ എന്നും സംശയിക്കുന്ന ഭാര്യമാർ, അവർ വലിയ വലിയ മനോരോഗികളായി മാറിയത് നമുക്കറിയാം. അവരോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ പിന്നെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, അയാളെ നിരീക്ഷിച്ച് അയാളെ പരിശോധിച്ച് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥയെ പോലെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മെസ്സേജ് വന്നാലും ഒക്കെ പരിശോധിച്ച് ആകെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് അവസാനം വലിയ മനോരോഗിയായി മരുന്ന് കഴിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട്. ഇത് സഹോദരിമാർ മാത്രമല്ല, തിരിച്ചു അല്ല ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുക, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പരസ്പര ബഹുമാനമാണ് അല്ലേ. ഒരു സെൽഫ് റെസ്പെക്റ്റ്, എനിക്ക് എന്നോടൊരു ബഹുമാനം വേണം, അതുപോലെ തന്നെ എൻ്റെ പങ്കാളിയോട് എന്ത് ചെയ്യണം, ഒരു ബഹുമാനം വേണം. അവൾ പെണ്ണല്ലേ, ഞാൻ പറയുന്നത് കേൾക്കേണ്ടവളാണ്, എന്നെ അനുസരിക്കേണ്ടവൾ. സംഭവമൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു പട്ടാളച്ചിട്ടയോട് കൂടിയിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിശ്വാസവും ബഹുമാനവും ഉണ്ടാക്കേണ്ടതല്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പിന്നെ സെൽഫ് റെസ്പെക്റ്റ് വേണം. അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയെ, സ്വന്തം ഒരു ബഹുമാനമുള്ള ആളുകൾക്ക് പിന്നെ സാധാരണ പറയാറുണ്ട്, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അഥവാ അതൊരു കൊടുക്കൽ വാങ്ങലാണ്. നിങ്ങളൊരു ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബഹുമാനം ആദരവും എന്ത് ചെയ്യും,
തിരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളത്. തീർച്ചയായിട്ടും. പിണകളാവുമ്പോൾ പ്രത്യേകിച്ചും പരസ്പരം ഒരു ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും നല്ല സുഗമമായ ജീവിതത്തിൻ്റെ ഒരു നല്ല ഘടകമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതെ. മറ്റൊരു കാര്യം പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ പരസ്പരം എങ്ങനെയാണ് തിരിച്ചറിയാം അല്ലേ? എനിക്ക് നിങ്ങളെ മനസ്സിലാവണം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. എങ്ങനെ നമുക്ക് സാധ്യമോ? നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോൾ സ്നേഹം ഉണ്ടാകുമ്പോൾ ആ സ്നേഹം ഉണ്ടാവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പരസ്പരം അറിയണം, സംസാരിക്കണം. അതിലേക്ക് നമ്മൾ വരുന്നത് കമ്മ്യൂണിക്കേഷൻ വലിയ പങ്കുണ്ടെന്നുള്ള, സംസാരിക്കുക എന്നുള്ളതിന് വലിയ പങ്കുണ്ടെന്നുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം മനസ്സിലാക്കാൻ പറ്റുക, ആ പിന്നെ എന്താ പറയുക സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷം മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങളുടെ ഫീലിങ്ങുകളെ മനസ്സിലാക്കുന്നതാണ്. പിണകൾ തമ്മിൽ ഏറ്റവും നല്ല സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മൾക്കിത് പറയണ്ടെങ്കിലും നമ്മളൊക്കെ പരമാവധിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു 100% എന്തായാലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യത്തോട് കൂടിയിട്ട് നമ്മളത് പറയണത്. കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് വയനാട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടി, റിസോർട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ അപ്പുറത്തുള്ള ഒരാൾ, അയാൾ വന്നിട്ട് ഷെയ്ഖാൻ്റെ അകത്ത് തന്നു. പിന്നെ ഒരു മുസ്ലിം സഹോദരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു മലയാളിയല്ലേ ചോദിച്ചു. അപ്പോൾ അല്ല, മലയാളിയല്ല, ഒരു കർണാടകയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ അധ്യാപകനാണ്, ഇവിടെ എന്താണ് ഈ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊരു ലീഡർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടുത്തെ ഒരു സംഘം ആളുകളും ഇത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു വെച്ചാൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്, +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, +2 കുട്ടികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ റൂമിൽ പോയിട്ട് എന്ത് ചെയ്തറിയാം, കുട്ടികളുടെ എണ്ണമൊക്കെ ചോദിച്ചു. അവിടുത്തെ എൻ്റെ കൂടെയുള്ള ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അവർക്ക് എല്ലാവർക്കും പേന, അദ്ദേഹം ഒരു കമ്പനി നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയുടെ ഒരു പേന ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഇല്ലേ, നമ്മൾ ആകെ ജസ്റ്റ് അവിടുന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അന്ന് ആ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു താമസക്കാരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ കർണാടക എന്നൊക്കെ ഇത്ര ദൂരം, അപ്പോൾ പറഞ്ഞു ആരൊക്കെ കൂടുതലുള്ളതെന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വൈഫുള്ളൂ. അപ്പോൾ മക്കൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രാം ക്ലാസ്സിലാണ്? 3 മക്കളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ കുട്ടി ഇപ്പോൾ ഈ വെക്കേഷൻ്റെ സമയത്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ചോദിച്ചാൽ മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്നെ അന്ന് ഇരുത്തി ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു തരും, ഞങ്ങൾ എല്ലാ വർഷവും 2 തവണ ഞാനും ഭാര്യയും ഇതുപോലെ ഒരു യാത്ര പോകും. അന്ന് മക്കളെ ഒന്നുകിൽ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ ആക്കും, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ആക്കും. എന്നിട്ട് ഞങ്ങൾ പോകും. അത് ചോദിച്ചു വാട്ട് ഈസ് എ പർപ്പസ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി പോണ സമയത്ത് എനിക്ക് ഇനഫ് ടൈം, എൻ്റെ ആവശ്യമായ സമയം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ള ചിന്തനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 ദിവസത്തിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രൈവസിയിൽ ഇരുന്ന് സംസാരിക്കാനും പരസ്പരം ഞങ്ങൾ മാത്രമുള്ളൊരു ലോകത്ത് ഇടപഴകാനും വേണ്ടിയാണ് എന്ത് ചെയ്യണത്. അവർക്ക് ഒരുപാട് പറയണ്ട. അപ്പോൾ അങ്ങനെ ഇയാൾ എന്നോട് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അങ്ങനെ പറഞ്ഞു, ഏറ്റവും നിങ്ങളെടുത്ത തീരുമാനം അടിപൊളിയാണ്, നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇന്നത്തെ യുവ തലമുറയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതാണ് കാരണം, സംസാരിക്കാൻ ആർക്കും സമയമില്ല. ഭർത്താവ് ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് സമയമില്ല, ഭാര്യ അടുത്തേക്ക് വരുമ്പോൾ ഭർത്താവിന് സമയമില്ല. ആ സംസാരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടും സമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ എണ്ണം ഏറ്റവും കൂടുതലെന്നുള്ളത്. അപ്പം അതിന് പരിഹാരം ആരാ കാണേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പം പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അതിലൂടെയാണ് തിരിച്ചറിയുക. ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഫലവത്തായിട്ട് നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ തുറന്ന് സംസാരിക്കാൻ കഴിയണം. ലൈഫിൻ്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, ആ നല്ല കാര്യങ്ങൾ വേണം. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ തുറന്നു പറയുന്നത് പിന്നീടൊരു അപകടത്തിലേക്ക് എത്താൻ പാടില്ല. തുറന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് പറ്റിയിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഒരു ലൈഫിൽ ഞാൻ ഏറ്റവും സുഖമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ള രൂപത്തിൽ അപ്പോൾ എന്താ പറയുക, പരസ്പരം വിശ്വാസം കൂടും, ബഹുമാനം കൂടും അല്ലേ? ആ രൂപത്തിലേക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നല്ല തുറന്ന സംസാരങ്ങൾ, ആ വിശ്വാസത നേടിയതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു കല്യാണത്തിനൊക്കെ നമ്മളെ ക്ഷണിച്ച്, പക്ഷെ ആ കല്യാണം നടക്കേണ്ട തൊട്ട് തലേ ദിവസം ഗ്രൂപ്പിൽ മെസ്സേജ് വരികയാണ്, നമ്മൾ തീരുമാനിച്ച കല്യാണം തൽക്കാലം മാറ്റി ചെയ്ത്
തൊട്ടടുത്ത ദിവസം നടക്കുന്ന അതെ. കല്യാണത്തിനാണ്. ഓഡിറ്റോറിയമൊക്കെ റെഡിയായി അവിടെയൊക്കെ ഫുഡിന് വേണ്ട മുന്നൊരുക്കം നടത്തേണ്ട സമയത്താണ് ഗ്രൂപ്പിലൂടെ മെസ്സേജ് വരുന്നത് കല്യാണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാനൊരു മടി. കാരണം ഇപ്പം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമാണ്. പിന്നീട് ആ കുട്ടിയുടെ കല്യാണം വീണ്ടും തീരുമാനിക്കുന്നു. അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് ചോദിച്ചാൽ അല്ല എന്താ അന്ന് സംഭവിച്ചത്, അന്ന് നിങ്ങളോടത് ചോദിക്കാതിരുന്നത് നിങ്ങളൊക്കെ ഒരു പ്രയാസമാണ്, സംഭവം സത്യം തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ മറ്റേ നിക്കാഹൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഈ കല്യാണം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഭാവി ഇണ എന്നുള്ള നിലയ്ക്ക് ഫോണിലൂടെ സംസാരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഓപ്പണായിട്ട് സംസാരിച്ചു. അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവൾ +2 കാലത്ത് പഠിച്ചിരുന്ന സമയത്ത് അവൾക്കുണ്ടായ ഒരു ചെറിയ പ്രേമത്തിനെ കുറിച്ച് എന്ത് ചെയ്ത്, ഒരിക്കലും അതിനെ വില കുറച്ച് കാണുകയല്ല, പക്ഷേ അത്ര ഒരു ഡീപ്പ് ലെവലിലേക്കൊന്നും പോയിട്ടില്ല, ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ എന്ത് ചെയ്ത് തൻ്റെ ഭാവി ഭർത്താവിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ ഒരു നിമിഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും അങ്ങനെയുള്ള നിന്നെയാണോ ഞാൻ ഭാര്യയാക്കാൻ പോകുന്നത്, സംഭവം സത്യമാണ്, പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ ഒരു വെട്ട് കഷ്ണം 2 എന്നുള്ള നിലപാടിലേക്ക് എത്തുന്ന ഒരിക്കലും ശരിയല്ല. അതും ഇത്രയും അധികം തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഒരു പരസ്പര വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം തുറന്ന് സംസാരിക്കാൻ സാധിക്കണം. ഒന്നുകൂടി അടിവരയിട്ട് പറയണം, പരസ്പരം വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം തുറന്ന് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപകടത്തിലെത്തിക്കും അല്ലേ? അല്ലെങ്കിൽ അത് അപകടങ്ങളിലേക്കാണ് എത്തുക. അതിലതിലും ഈ ഒരു വിഷയത്തിൽ സഹോദരിമാർക്കാണ് വലിയൊരു പ്രശ്നമുള്ളത്. കാരണം ഇനി അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇതെടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യും, കുത്തി നോവിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അല്ലേ? അത് സഹോദരിമാർ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോവുക, നല്ല നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടുപേരും സ്വീകരിക്കേണ്ട നിലപാട്. അറബിയിൽ മനുഷ്യന് പേരെന്താണ് ശരിക്കും? ഇൻസാൻ എന്നാണ് അല്ലേ? നെസിയ എന്ന പദത്തിൽ നിന്നാണ് ഇത്ര ഇൻസാൻ ഉണ്ടായത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. നെസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്, ഫോർഗെറ്റ് എന്നുള്ള അർത്ഥമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മറക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ? എന്നാൽ നമ്മളൊക്കെ ചെയ്യണ കാര്യം എന്താ ശരിക്കും? മറക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ഓർക്കുകയും ഓർക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ മറക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ മറക്കേണ്ട കാര്യങ്ങളാണ്, അവിടെ മാപ്പ് കൊടുക്കണം, പുറത്തു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും കുത്തി നോവിച്ചുകൊണ്ട് ഒരു തേളിനെ പോലെ അല്ലെങ്കിൽ പിന്നെന്താ പറയുക കടന്നൽ കുത്തുകൾ ഏൽക്കുന്ന പോലെ എന്നും ഇടയ്ക്ക് ആ ഒരു കുത്തു കൊടുത്ത് എന്ത് സന്തോഷമാണ് പിന്നെ ലൈഫിലുണ്ടാവുക അല്ലേ? നമ്മളൊരു വൈവാഹിക ജീവിതത്തിലേക്ക് എന്താണ് മനസ്സമാധാനത്തോടു കൂടിയില്ല, സെക്കീനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. ആ മനസ്സമാധാനത്തിന് പിന്നെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം ഉള്ളത്? അപ്പം അതുകൊണ്ട് ഈ തുറന്ന് സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്ന പാളിച്ചകളുണ്ടെങ്കിൽ അത് അവർ അത്രയും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയണത്. ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു അഷ്വറൻസ്, ഒരു ഉറപ്പ് നൽകിയിട്ടാണ് അത് പറയണത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ പിന്നാലെ കൂടി നോവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തുറന്ന സംസാരത്തിൻ്റെ കാര്യം അതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, 2 വ്യക്തികളാണ്, 2 വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകളാവാം, ഒരു പക്ഷേ മുമ്പ് ഒരിക്കലും പരിചയമില്ലാത്ത ആളുകളാവാം, അതുപോലെ തന്നെ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക അല്ലേ? എല്ലാ കുടുംബങ്ങളും ഒരേ വാല്യൂസ്, ഒരേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരല്ല, ഒരേ ദിനചര്യകളിലൂടെ മുന്നോട്ട് പോകുന്നവരല്ല. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നറിയാൻ. മൂല്യങ്ങൾ, വാല്യൂസിന് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വില പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം ആവണമെന്നില്ല തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നടക്കുന്നത്. അതുപോലെ തൻ്റെ വീട്ടിൽ നടക്കുന്ന അതേ ഒരു ചിട്ടയോ പിന്നെ കാര്യമോ അല്ല ഒരു പക്ഷേ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ വീട്ടിൽ നടക്കുന്നത്. അപ്പം അതൊക്കെ പരസ്പരം തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. അവിടെ ഞങ്ങളങ്ങനെ അവിടെയാണ്, അതുകൊണ്ട് എനിക്കത് സാധിക്കില്ല, ഞാൻ കണ്ടതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റും, അതൊന്നുമല്ലല്ലോ. മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സാഹചര്യത്തിനോടും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന പങ്കാളി, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം എൻ്റെ അടുത്ത് എന്താണോ അത് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്ത് കൊടുക്കുക, തിരിച്ചും അതേപോലെ എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വാല്യൂസിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് എന്താ പറയുക, ചിലപ്പോൾ ഭക്ഷണ രീതി അല്ല, അവിടുത്തെ മുതിർന്ന ആൾക്ക് ഒരു പക്ഷേ സാധാരണ എല്ലാവരും കഴിക്കണ ചോറാവണമെന്നില്ല, ചപ്പാത്തി വേണ്ടി വരും. അപ്പോൾ ഇതൊരു കൾച്ചറാണ്, എന്നെക്കൊണ്ട് സാധ്യമാവുന്ന ഞാൻ ചെയ്തു കൊടുക്കുക അല്ലേ?
എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയല്ല, അതുകൊണ്ട് എനിക്കത് പറ്റൂല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് ഒരു പിന്മാറുക. അപ്പോൾ അവിടെ ഒരു മുറുമുറുപ്പും മുഷിപ്പൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം പരസ്പരം തിരിച്ചറിയുക. അപ്പോൾ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, അപ്പം അടുത്തുണ്ടായ മറ്റൊരു സംഭവം, ഇപ്പോൾ ഒരു സഹോദരി, ആ സഹോദരി പിന്നെ ആദ്യത്തെ ഒരു വിവാഹം അവർ പിന്നെ ഡിവോഴ്സാണ്. അതിലൊരു മകളുണ്ട്. അപ്പോൾ ആ മകള് ക്ലാസ്സിലേക്ക് ചേർത്തുന്ന സമയത്ത്, സ്കൂളിലേക്ക് ചേർത്തുന്ന സമയത്ത് പിന്നെ മറ്റൊരു അന്വേഷണം വരികയാണ്, വിവാഹം നടക്കുന്നു. തിരിച്ച് പറയണ ചില കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഒരു നിലക്കും എന്ത് ചെയ്യണില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. ഡിവോഴ്സായിട്ട് ഉമ്മൻ്റെ വീട്ടിൽ ഈ കുട്ടി താമസിച്ച സമയത്ത് ആ കുട്ടിക്ക് നല്ല പ്രൈവസിയാണ്, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ ഇവൾക്ക് ഇവളുടേതായ ഒരു ലോകവും ഇവളുടേതായ ഒരുപാട് പ്രവർത്തനവും കാര്യങ്ങളാണ്. പുതിയ വിവാഹം കഴിച്ച് അവിടേക്ക് ഈ മകളെയും കൂട്ടി പോണ സമയത്ത് അവിടെ ആദ്യത്തെ ഭർത്താവിൻ്റെ ആ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഇടയിട്ട് ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പേരിൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ് അല്ലേ, അവളെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല, എങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയാണ് നടക്കുക. ഇത് ആദ്യ നാളുകളിൽ പോലും കല്ലുകടികൾ വരുന്ന അവസ്ഥയാണ്. അപ്പോൾ രണ്ടും എൻ്റെ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ സാഹചര്യങ്ങളിലും അവരൊക്കെ കാത്തു സൂക്ഷിച്ച നിയമങ്ങളും മൂല്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മത നിയമങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ അത്ര മതനിഷ്ഠയൊന്നും ഉണ്ടാവും, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും ചിലപ്പോൾ നിഷ്ഠയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വിവാഹം കഴിച്ചെത്തിയ സ്ഥലത്തെത്തുമ്പോൾ ദീനീ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന വീടാണെങ്കിൽ അതൊരു ശല്യമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അതൊരു അനുഗ്രഹമായിട്ട് കാണണം എന്നുള്ളതാണ്. ഇത്രയും കാലം ഇതിനൊന്നും കണിച്ചത് എനിക്ക് ഉണ്ടായില്ലല്ലോ, അൽഹംദുലില്ലാ ഈ ഒരു സമയത്താണല്ലോ ഈ ഒരു വിവാഹത്തിലൂടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. അവിടെ അൽഹംദുലില്ലാ 100 പ്രാവശ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ വേറെന്താ വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള അതേ സൗകര്യങ്ങളും കാഴ്ചപ്പാടുകളും നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലോ പിന്നെ അതിപ്പുറത്താണെങ്കിലും അങ്ങനെ ഉണ്ടാവും നമ്മളൊരിക്കലും കരുതാൻ പാടില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അവിടെ ഒരു വലിയ തെറ്റ് എന്തുണ്ട്, പലപ്പോഴും പെൺകുട്ടികളിലുണ്ട്. തൻ്റെ വീട്ടിലുള്ള അതേ സ്വാതന്ത്ര്യവും അതേ കാഴ്ചപ്പാടും ഉണ്ടാകുമെന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അല്ലേ. ആ തെറ്റിദ്ധാരണ തിരുത്താതെ കുട്ടികൾ അത് വെച്ചിട്ടാണ് എന്ത് സ്വന്തം വീട്ടിലെ സൗകര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഈ റമദാനിൽ ഇതേപോലെ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി. ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചപ്പോൾ പിന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താ വെച്ചാൽ അവളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അവരെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അവസാനം അത് ഡിവോഴ്സായി. വളരെ കുറഞ്ഞ ദിവസം 3-4 ദിവസമായിട്ട് ആകെ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു 6 മാസം ഇവർ തമ്മിലുള്ള വഴക്കായിരുന്നു എന്നുള്ള അവസ്ഥ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പലപ്പോഴും പറയുന്ന മറ്റൊരു വകം തരുമോ, ആള് വായ കൊണ്ട് അടിക്കാൻ നല്ല ഉഷാറാണ്, പക്ഷെ അതൊന്നും പ്രവർത്തനത്തിലില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് പറയാനുള്ളത് വാക്കുകളല്ല പ്രവർത്തനങ്ങളാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞു പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, നല്ല കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അവിടെയുള്ള വാല്യൂസൊക്കെ തിരിച്ചറിയുക. ഇതൊന്നും കേവലം വാക്കുകളിലൂടെ പ്രകടമാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, മറിച്ച് അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ. ഇനി മനുഷ്യന്മാർക്കൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ, എന്താണ്, നമുക്ക് അഭിനയിക്കാൻ ദീർഘകാലം കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അഥവാ എനിക്ക് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം 1-2 ദിവസമൊക്കെ ഒരു നാൾ പിടിയില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരുപാട് അനുഭവങ്ങൾ കൊടുക്കേണ്ട ജീവിതമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഏറ്റവും മികച്ച ഏറ്റവും നല്ല രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. അവിടെ വാക്കുകളെക്കാൾ പ്രധാനം പ്രവർത്തനങ്ങളൊക്കെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അഥവാ എന്നെ വിലയിരുത്തേണ്ടത് എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ. ഞാൻ എത്തിപ്പെട്ട വീട് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഇണ, അവളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, ആ പ്രവർത്തനങ്ങൾ നോക്കിയും കണ്ടും അതിലെന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ട് പരസ്പരം നല്ല രൂപത്തിൽ സതുപദേശങ്ങൾ നൽകിയിട്ടും തിരുത്തുക. അല്ലാതെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഒറ്റ വെട്ടുകൊണ്ട് നിരത്തി തീരുമാനമാക്കേണ്ടതല്ല വിവാഹ ജീവിതം. പരസ്പര ബഹുമാനത്തോടുകൂടി നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. തെറ്റുകൾ വരും, മനുഷ്യരാണ്, സഹജമാണ്. അപ്പം അതുകൊണ്ട് ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ഗുണദോഷിക്കുകയാണ് വേണ്ടത്, അതും ആദരവോടെയും ബഹുമാനത്തോടെയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വേറൊരു കാര്യം സൂചിപ്പിക്കുക, പലപ്പോഴും ഈ പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്ന, അതായത് സംസാരത്തിൽ ഇപ്പോൾ നിക്കാഹിൻ്റെ മുമ്പ് കല്യാണത്തിന് മുമ്പൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വിടാം, ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് വിടാം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം തീരും. അവസാനം നിക്കാഹും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ജീവിതം തുടങ്ങുമ്പോൾ
ചിലപ്പോൾ അതിന് സമ്മതിക്കാതിരിക്കുകയും അതിന് പറ്റാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ളൊരു പ്രയാസമുണ്ട്. പലപ്പോഴും പല സഹോദരിമാരും നമ്മളെ സ്നേഹക്കൂടിൽ കൂടെ അറിയിക്കൽ ഇങ്ങനെ ഡിമാൻഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് ഇത് ഉറപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അതിന് സമ്മതിക്കാതിരുന്നു, അതിന് അനുവാദം നൽകാതിരുന്നു. ഞങ്ങളുടെ തറവാട്ടിലൊന്നും അങ്ങനെ സ്ത്രീകൾ പോയിട്ട് അധ്വാനിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയായിരിക്കാം, പക്ഷേ അതൊരു ഡിമാൻഡ് വെച്ചിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് അവരുടെ കുടുംബജീവിതത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ 24 വർഷം, ഇപ്പോൾ അടുത്ത സമയത്ത് 24 വർഷം 3 കുട്ടികൾ ഉണ്ട്, വലിയ കുട്ടികളുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യണം, ഇപ്പോഴും അത് പറയണത് അന്ന് എന്നെ അത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ എന്നെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പോഴും അവസരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇയാളെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു ജോബ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞ ഒരു കത്ത് നമുക്ക് വന്നിരുന്നു. അത് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് സഹോദരിമാരാണ് ആ രൂപത്തിലുള്ളൊരു തീരുമാനമെടുക്കൽ. നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇല്ല എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് പറയുന്നുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? നമ്മളുടെ മിസ്റ്റേക്കാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സുന്ദരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ത്രീ ഒരു ജോലിക്ക് പോകേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിന് നല്ല സാലറി ഉണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ ഭക്ഷണവും മക്കളുടെ മരുന്നും ഇവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ ഒരു ഭാര്യയ്ക്ക് നിർബന്ധമായ ജോലി ഉണ്ടാവണമെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷടിക്കരുത് എന്നുള്ളത്. ശരി, ഡിമാൻഡ് വെച്ച് വന്നു, അന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെ, പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമാവണമെന്നില്ല. ചിലപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനം വന്നാൽ അന്ന് തന്നെ ഒരു പക്ഷേ ഡൈവോഴ്സ് ആയി പോകുമ്പോൾ എന്നുള്ള പേടികൾ അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സമാധാനമായി ഏറ്റവും നന്നായി സുന്ദരമായി നല്ല ഉഷാറായിട്ട് ജീവിക്കല്ലേ വേണ്ടത് എന്നൊരു ഒരു തിരിച്ചറിവാണ് എന്ത് അല്ലേ, ഒരു സെൽഫ് അവയർനെസ് അല്ലേ, അതാണ് വേണ്ടത്. അതെ, പല സഹോദരിമാരും ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഉണ്ട്. വിവാഹം കഴിഞ്ഞു, ജോലി കിട്ടി, അവസാനം ജോലി കൊണ്ട് മക്കളെയും ഭർത്താവിനെയും നോക്കാൻ പറ്റാത്ത നിരാശയിലായ പല സഹോദരിമാരുണ്ട്. അവിടെ ഭർത്താവ് ജോലി ഒഴിവാക്കാൻ പറ്റൂല, ജോലിക്ക് പോകണമെന്ന് നിർബന്ധം പറഞ്ഞ ആളുകളുമുണ്ട്. അതൊരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയാണല്ലോ. പിന്നെ വേറൊരു കാര്യത്തിൽ പറയാന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ. ഈ മോട്ടിവേഷൻ ആളുകളിങ്ങനെ ഈ റീൽസിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കേണ്ടവരല്ല, നിങ്ങളൊരു ജോലി നേടണം, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ തള്ളി കൊണ്ടുപോകുന്ന 50 60 വയസ്സായ വീട്ടമ്മമാർ വരെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ, ഓൺലൈനായാലും വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തൊരു കടയിൽ പോയിട്ടാണെങ്കിലും ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുന്ന കുറേ സഹോദരിമാരുണ്ട്. അതൊക്കെ ഇവിടുന്ന് വന്ന ട്രെൻഡുകളാണ്, ഈ വന്ന കാഴ്ചപ്പാടുകളാണ്. സ്ത്രീകൾ ഒരിക്കലും ജോലിക്ക് പോകരുത് എന്നുള്ള നിലപാടുകളൊന്നും നമുക്കില്ല. എന്തായിരുന്നാലും അവർക്ക് ഏറ്റവും അനുയോജ്യമായത് നല്ലൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മുന്നോട്ടാണ് വേണ്ടത്. പിന്നെ വീട്ടിലിരുന്ന്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഏർപ്പെടാൻ പറ്റുന്ന ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ആ മേഖലയിലേക്കാവും എത്താം. ഇനി അതുപോലെ മാത്രമല്ല, അവർക്ക് നല്ല അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾ കിട്ടുമെങ്കിൽ ശ്രമിക്കട്ടെ. പക്ഷെ ആ ജോലി കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ മുമ്പ് പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തിന് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തർക്കങ്ങളുണ്ടാവും അല്ലേ, കുടുംബങ്ങളാവുമ്പോൾ. അതുപോലെ മനുഷ്യരങ്ങൾ ആലോചിക്കുമെങ്കിൽ ഒരു കുടുംബം അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും. കുടുംബം മാത്രമല്ല, മനുഷ്യന്മാരെ ആലോചിക്കും. ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യർ തമ്മിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ദീർഘ യാത്രയാണ് വിവാഹം എന്ന് പറയുന്നത്. ഒന്നിച്ചുള്ളൊരു യാത്രയാണ് അല്ലേ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ ഏറ്റവും സുഖമായി പോകുമ്പോൾ, ഏറ്റവും നന്നായിട്ട് പോകുമ്പോൾ എന്താ, ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അത് പർവ്വതീകരിച്ച് വലിയ ഒരു കച്ചറയിലേക്ക് എത്തിക്കുന്നതാണ് പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ ഡിവോഴ്സിലേക്ക് എത്തുക. അതിന് ഏറ്റവും സൗമ്യമായിട്ട് ഏറ്റവും ലോജിക്കോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രണ്ടുപേരും ഇണകൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ല ആർക്കും. ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചു കൊണ്ടാണ് മുൻഗാമികളായ ആളുകളൊക്കെ, അത് പണ്ഡിതന്മാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, മഹാന്മാരായ ആളുകളാവട്ടെ, ഇവരൊക്കെ ഉണ്ടായത്. നിങ്ങൾ ആലോചിക്കെ, ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ചെറിയ എത്ര അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ, നബീൻ്റെ മറ്റു ഭാര്യമാരെ കുറിച്ചുള്ള ചെറിയ. അപ്പോൾ നബി അവരെ നന്നായിട്ട് തിരുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഹദീസിലുള്ളത്, പിന്നെ ഒരു പായസത്തിൻ്റെ ഗ്ലാസ് കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. നബി അവിടെ ദേഷ്യപ്പെട്ട് പിന്നെ കുറ്റപ്പെടുത്തി
എൻ്റെ വീട്ടിൽ നിന്ന് പോകൂ എന്ന് അട്ടി പറഞ്ഞയച്ചതില്ല. എന്തെങ്കിലും പിന്നെ കായികമായിട്ട് അവരെ ശിക്ഷിച്ചില്ല. മറിച്ച് പുഞ്ചിരിയോട് കൂടിയിട്ട് അവിടെ വീണ ഓരോ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളും പെറുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതൊരു മാനവലോകത്തിലുള്ള ഏറ്റവും വലിയ സന്ദേശമാണ്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റയാൾ എന്ത് ചെയ്യുക? ഒന്ന് ക്ഷമിക്കുക. നല്ലൊരവസരം ഐഷറല്ലാതെ തന്നെ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അന്ന് നബി ആ ചെയ്തത് എൻ്റെ മനസ്സിൽ പിന്നെയും ഒരുപാട് സമയം അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. കാരണം അല്ലേ, സ്വാഭാവികമായിട്ട് നമ്മുടെ സഹോദരിമാരൊക്കെ പറയണം, നമ്മുടെയൊക്കെ ഭാര്യമാരൊക്കെ പറയണത് അതിനൊരു അടി കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനം എന്നും. പക്ഷേ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, എന്നേക്കും ഓർമ്മിക്കാൻ പറ്റുന്ന, ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു അബദ്ധം വരരുത് എന്ന് വിചാരിച്ചുള്ള നല്ല ചില കാര്യങ്ങളാണല്ലോ ചെയ്തത് എന്നതാണ്. അപ്പം നബിൻ്റെ ഈ ഒരു ജീവിതത്തിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴും എന്താണ് ഭാര്യമാർ ഇടപെട്ടത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിലേക്ക് അല്ലേ, ഹുദൈബിയ സന്ധി നടന്നു കഴിഞ്ഞിട്ട് സഹാബാക്കൾ എല്ലാവരും എന്താണ് നബി അവരോട് പറഞ്ഞ തഹലുലാകണം, പക്ഷെ അവരാരും അപ്പം ആ ഒരു വലിയ പ്രയാസത്തിൽ അനുസരിച്ചില്ല. നബി ഭയങ്കര വിഷമത്തിലാണ് തൻ്റെ പിന്നെ ടെൻറ്റിലേക്ക് കയറി ചെന്നത്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളൊരു മുടിയെടുത്തിട്ട് നിങ്ങൾ തഹലുല ചെയ്താൽ മതി. അപ്പോൾ അവർ അവിടെ ഒരു നല്ല നിർദ്ദേശം അല്ലേ, അതൊരു ഇണയുടെ ഒരു വലിയ ഇടപെടൽ, വലിയ ഗുണമാണ്. അതാണ് പറഞ്ഞത്, പരസ്പരം ഇത് ഒരാണ് നിർദ്ദേശിക്കുക, ഭർത്താവ് നിർദ്ദേശിക്കുക, ഭാര്യ അനുസരിക്കാനല്ല. നല്ല കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അവിടെ നല്ല നല്ല തീരുമാനങ്ങൾ വരും എന്നുള്ളതാണ്. ഭാര്യൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ കഴിയണം. ഭർത്താവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും ഭാര്യയ്ക്ക് സാധിക്കണം. ഇതൊക്കെയാണ് എന്തിനാ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ ഏറ്റവും രമ്യമായി, ഏറ്റവും ലളിതമായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നന്നായി പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. ആ പിന്നെ ഒരു ചെറിയ വിടവുണ്ടെങ്കിൽ അത് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ശ്രമിക്കരുതല്ല. ഇനി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അത് കൂടുകയാണ്, ഒരിക്കലും പരിഹരിക്കണില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുതിർന്ന നമ്മുടെയൊക്കെ ഏറ്റവും ഇത് പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കളാവും അല്ലേ, ഒന്നുകിൽ ഭാര്യയുടെ ഉപ്പനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പനോട് ഉമ്മനോട് ഒന്ന് പറ, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവരൊരു പക്ഷേ എന്ത് ചെയ്യും, രമ്യമായിട്ടത് പരിഹരിച്ചത്. ഇനി അതുമല്ല എങ്കിൽ, ആ ഒരു പ്രശ്നം അവർക്കൊണ്ടും സാധിച്ചിട്ടില്ല എങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും മുതിർന്ന ആളുകളെ കൊണ്ടോ, അല്ലെങ്കിൽ അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, പരിഹാരങ്ങൾ, സ്വയം പരിഹാരങ്ങൾ ഒരിക്കലും പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ അനന്തമായി നീണ്ടുപോകുമ്പോൾ ആ ഗ്യാപ്പ് വലുതായിട്ടാണ് വരിക. പ്രശ്നമുണ്ടായാൽ അത് എത്രയും വേഗം എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കാനുള്ള പരിശ്രമം എന്ത് ചെയ്യണം, ഉണ്ടാവണമെന്നതാണ് നമുക്ക് പറയാനുള്ളത്. പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്, സാധാരണ ഇപ്പോൾ എന്താ നടക്കുന്നത്, പ്രശ്നം ഉണ്ടായി അപ്പോൾ തന്നെ പെട്ടിയും കിടക്കി എടുത്തിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് പോകണേ. നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പിന്നെ ഡിവോഴ്സിൻ്റെ, അതായത് തൊലാഖിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, എന്ത് അവർ തമ്മിൽ തൊലാഖായാൽ പോലും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. കാരണം അവർ വീണ്ടും കാണുകയും സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ഉണ്ടാവായി നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളതല്ല ചെയ്യുന്നത്, നമ്മൾ വേഗം പോകുന്നു, പിന്നീട് അത് വഷളാക്കുന്നു, മഹലിടപെടുന്നു, മറ്റുള്ളവരിടപെടുന്നു അല്ലേ. അപ്പോൾ അവിടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അള്ളാഹു അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണിത് തൊലാഖ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, തൊലാഖിനെ കാണുന്നതല്ല. അത് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട. നമ്മുടെ സ്നേഹക്കൂടിൻ്റെ നമ്മുടെ ലൈവ് കൗൺസിൽ നടക്കുന്ന അതിന് നമുക്കൊരു ഫോൺ നമ്പറും ഫീഡ്ബാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൊല്ലം ജില്ലയിൽ നിന്നൊരു സഹോദരി, 23 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അവർ നമുക്ക് ചോദ്യം അയച്ചത് ഇതാണ്, പിന്നെ ഞങ്ങൾ 8 പേര് എന്താണ് സുഹൃത്തുക്കളാണ്, 8 പേര് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ എന്തായി, ഡിവോഴ്സായി. അപ്പോൾ ഞങ്ങളും ഇനി ഡിവോഴ്സ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ആവണേ? അല്ല, അതിപ്പോൾ അവരൊക്കെ ആയി, പിന്നെ ഇപ്പോൾ അതൊരു ട്രെൻഡല്ലേ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ ലൈവ് കൗൺസിലിൽ അതിന് മറുപടി ആയിട്ട് ഹാരിസ് പോലെ കൊടുത്തു. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വരുന്നത് അതൊരു ട്രെൻഡായി, അല്ലെങ്കിൽ അത് അവർക്കൊരു പ്രയാസമല്ല. ഒരു മാളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന, പർച്ചേസ് ചെയ്യുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് വിവാഹത്തിനെയും തൊലാഖിനെയൊക്കെ ഒന്ന് കാണുന്നതെന്നുള്ളത്. അത് വലിയ ഗൗരവപരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും വിവാഹത്തിനോട് ഒരു മീസാഖൻ ഖലീല എന്നാണ് വിശുദ്ധ ഖുർആൻ, അഥവാ ബലിഷ്ഠമായൊരു കരാറാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ നടത്തുന്ന അതിശക്തമായൊരു കരാറാണ് വിവാഹം എന്നത്. അപ്പോൾ ആ കരാറിനെ, ആ ഒരു കരാറിൻ്റെ വില എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും നൽകണമെന്നുള്ളതാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയും,
ചില സമയത്തൊക്കെ തീരുമാനങ്ങളിൽ തിടുക്കം ചെയ്യുന്നതുണ്ട് അല്ലേ, ഒരു അമിത ആവേശം കാണിക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ട്രെൻഡായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. ചിലതൊക്കെ ഉടനെ തീരുമാനിക്കേണ്ടതുണ്ടാവും, എന്നാൽ മറ്റു ചിലത് ഒരല്പം വൈകിക്കേണ്ടതുണ്ടാവും. ചിലത് എന്ത് ചെയ്യേണ്ടി വരും, അല്പമുള്ള കുറച്ച് നീണ്ട കാലത്തേക്ക് നീട്ടിവെക്കേണ്ടതുണ്ടാവും. ഇതൊക്കെ പരസ്പരം തിരിച്ചറിയാമെന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ എല്ലാ കാര്യത്തിലും ഒരു അമിത ആവേശം കാണിക്കുന്നവരാണെന്നുള്ളതാണ് അല്ലേ. അതിൻ്റെ ഒരു സൈക്കോളജിക്ക് വശമൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. അഥവാ ഏതൊരു കാര്യം ഉടനടി അതിനൊരു പരിഹാരം എന്നുള്ളതാണ് സഹോദരിമാരാണ്. അത് പുരുഷന്മാരവിടെ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു പ്രകൃതമാണത് അല്ലേ. അപ്പോൾ അത് അവരെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുള്ളതാണ്. ചില തീരുമാനങ്ങൾ ഉടനടി എടുക്കാൻ നമുക്ക് സാധിക്കില്ല, കുടുംബത്തിൽ സാധിക്കില്ല, നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കഴിയില്ല. അപ്പോൾ തീരുമാനങ്ങൾ ഹിക്മത്ത് വേണം. അപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഉടനടി പരിഹാരം എന്നത് വിവാഹ ജീവിതത്തിൽ എന്തല്ല പ്രായോഗികമല്ല. ആ കാര്യം എന്ത് ചെയ്യുക, രണ്ടുപേരും അഥവാ ഇണകൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസ്തരായ മുതിർന്ന ആളുകളുടെ ഉപദേശങ്ങളും സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ജീവിതമൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഉപദേശങ്ങൾ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഒരേ വിഷയത്തിൽ പലരും പല സ്വഭാവമായിരിക്കുമല്ലോ, അവരുടെ പ്രകൃതി അങ്ങനെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ മരുന്നല്ല കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ ചിലത് ഒന്ന് നീട്ടിവിടേണ്ടി വരും, ചിലത് പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വരും അല്ലേ, ചിലത് നമ്മൾ വേറൊരു ചികിത്സാ രൂപം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ദമ്പതികൾ അല്ലെങ്കിൽ ഇടപെടുന്നവരൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ ജനിച്ച വീടും നാടും ഒക്കെ പലർക്കും പല രൂപമായിരിക്കും, അതന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളാണ് ഇഴകിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു വളർന്നു വന്ന ഒരു ചെടി അത് അവിടുന്ന് പറിച്ചെടുത്ത് മറ്റൊരു മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് പോലുള്ള ആ ഒരു ആരോഗ്യം പ്രസരിപ്പും ആ ചെടിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ മണ്ണുമായി ബന്ധപ്പെട്ട് ആ മണ്ണിൽ ഇഴകിച്ചേർന്ന് അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുക്കുമ്പോഴാണല്ലോ ആ ചെടി നന്നായി വളരുക. എന്നതുപോലെ തന്നെയാണ് മറ്റൊരു വീട്ടിലേക്ക് വന്ന് അല്ലേ അവിടെ വളരുമ്പോഴുള്ള അവസ്ഥ. അത് പരസ്പരം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഈ പറയുന്ന തുറന്നു പറച്ചിലുകൾ, അതിൽ അവിശ്വാസം വന്ന് പിന്നെ സംശയം വന്ന് ആ സംശയം മൂർച്ഛിച്ച് അത് പിന്നെ വലിയ ബലൂൺ പോലെ വലുതായി പിന്നെ അത് പൊട്ടിപ്പോകുമ്പോൾ കുടുംബ ബന്ധം എന്താണ് നശിച്ചു പോവുകയാണ്. ഈ പിന്നെ സയൻസിൽ ഒരു ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്, അഥവാ പരസ്പരം ഇഴകിച്ചേരണം. രണ്ട് കളറുകൾ കൂടി ചേർന്നാൽ ഇതേതാ ചേർന്നത് എന്ന് പോലും തിരിച്ചറിയാവുന്നതാണ്. ശരിക്കും വൈവാഹിക ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഓസ്മോസിസം ആണ് എന്ത് ചെയ്യേണ്ടത്, ശരിക്കും ഉണ്ടാകും. അത്രയും പരസ്പരം ഇഴകിച്ചേരാൻ രണ്ടല്ല ഒന്നാണ് എന്നൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചില ബൗണ്ടറികളൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ അതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കുടുംബജീവിതത്തിൻ്റെ ബൗണ്ടറികൾ, ഇടപഴകലുകൾ, അതൊക്കെ എന്ത് ചെയ്യണം, രണ്ടുപേരും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബൗണ്ടറികൾ ഏതൊരു കാര്യം, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളുണ്ടല്ലോ, റോഡിലൂടെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് പോകാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാഫിക് നിയമങ്ങൾ വെച്ചത്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപകടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലും ചില ബൗണ്ടറികളൊക്കെ ഉണ്ട്. ആ ബൗണ്ടറികൾക്ക് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല ഒരു വീരത്വമോ ധീരതയോ അതല്ലെങ്കിൽ അതൊരു ക്രെഡിറ്റോ കിട്ടുന്ന കാര്യമല്ല. അത് പാലിക്കുക എന്നുള്ളതാണ് നല്ല ജീവിതത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ബൗണ്ടറികളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ക്ഷമ, സ്നേഹം അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസാണ്. വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ രണ്ട് ഇൻഗ്രീഡിയൻസാണ്, ചേരുവകളാണ്. ഒന്ന് ക്ഷമ, മറ്റൊന്ന് സ്നേഹം. ആ സ്നേഹവും ക്ഷമയും വാക്കിലൂടെയല്ല, അത് നമ്മുടെ അനുഭവങ്ങളിലൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ലൈഫിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാൻ അല്പം റിസ്ക്കാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മക്കളും അതുപോലത്തെ നമ്മുടെ ഇണകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ അല്ലേ, അന്ന് പല ആളുകളും പല കോണുകളിലും നമുക്കൊക്കെ അതിങ്ങനെ അയച്ചു തന്നുണ്ട്. അഥവാ ഉമ്മയുടെ രണ്ടാം വിവാഹമാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടിയെ ആരൊക്കെയോ വിവാഹത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഉമ്മയെ ആ വിവാഹത്തിന് അവിടെ പിന്നെ വേദിയിൽ കാണുമ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വേദിയിൽ നിന്ന് മോനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ മോൻ എന്ത് ചെയ്യണില്ല, ഒരു നിലയിലും ആ ഉമ്മൻ്റെ അടുത്തേക്ക് പോകണില്ലെന്നാണ്. പിന്നീട് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഉമ്മ അത്രയും നിന്നെ വിളിച്ചിട്ടും അങ്ങോട്ട് പോകാത്തത്?
അപ്പോൾ പറയണത് അവരെൻ്റെ ഉമ്മയല്ല, ഉമ്മയാണെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ്. അതെ. അപ്പോൾ ആ ചോദ്യം അതാണ് നമുക്ക് നമ്മളോട് ചോദിക്കേണ്ടത്. എൻ്റെ ഇണയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവർക്ക് അനുഭവപ്പെടാനും സാധിക്കുന്നുണ്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ചിലത് ക്ഷമിക്കേണ്ടി വരും. അത് മുതിർന്ന ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇണകളാണെങ്കിലും ഒക്കെ വേണ്ടതാണ്. എല്ലാത്തിനും ഉടനടി പരിഹാരവും ഉടനടി തീരുമാനമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, അതെ. ചിലതൊക്കെ കേട്ടിട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അപ്പോഴേക്ക് എന്തേ ഉള്ളൂ, സുഖമായ ജീവിതമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിൻ്റെ കൂടെ ഏറ്റവും അവസാനമായിട്ട് ചേർക്കാനുള്ളൊരു കാര്യം, ഓരോ വിവാഹം നടക്കുമ്പോൾ ശൈത്താൻ എടുക്കുന്ന തീരുമാനമുണ്ട്. അതെന്താണ്? ഈ വിവാഹ ബന്ധം എന്ത് ചെയ്യും, എൻ്റെ പരമാവധി അതെ. സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാൻ വേർപ്പെടുത്തും. വേർപ്പെടുത്തും. അപ്പോൾ നമ്മൾ പോരാടേണ്ടത് നമ്മളെ ഇണകളോടല്ല, മറിച്ച് ആരോടാ? ഈ പിശാചിനോട്. ശൈത്താനോടാണ്. പിശാച് സദാസമയവും നമ്മുടെ ഈ ബന്ധങ്ങളെ ഉലച്ചിലുണ്ടാക്കാനും വേർപിരിക്കാനും വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യണത്, പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ എങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ശൈത്താൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ബന്ധം എൻ്റെ ഭാഗത്തുള്ള ഒരു പരിശ്രമം കൊണ്ടോ ശ്രമം കൊണ്ടോ ഈ വിവാഹ ബന്ധം വേർപെടില്ല എന്ന് പരസ്പരം തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ ബർക്കത്തും ഖൈറും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ജീവിതം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലൊക്കെ ആ രൂപത്തിൽ അള്ളാഹു നല്ല ഖൈറും ബർക്കത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ നമ്മുടെ ഇണകളോട് ഏറ്റവും സുന്ദരമായി ഏറ്റവും നന്നായി പെരുമാറാനുള്ള കഴിവും തൗഫീക്കൊക്കെ അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും സ്നേഹം നൽകാൻ കഴിയട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കണം. ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ക്ഷമയും ഉണ്ടായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.